എല്ലാവർക്കും അടുക്കള രുചിയിലേക്ക് വീണ്ടും സ്വാഗതം. ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണ് ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വരിക്ക ചക്കപ്പഴം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. ഇതിനായിട്ട് 10 വരിക്ക ചക്കച്ചുള എടുത്തിട്ടുണ്ട്. ഇത് കീറി കുരു മാറ്റിയതാണ്. ഇതുപോലെ ഒരു വശം കീറിയെടുക്കുക. പിന്നെ ചക്ക എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് പഴുത്ത ചക്ക എടുക്കരുത്, ഒരുപാട് കട്ടിയുള്ള ചുളയും എടുക്കരുത്. ഇനി ഇതിന് ആവശ്യമുള്ള മറ്റ് സാധനങ്ങൾ: തേങ്ങ ചിരകിയത്, അവൽ, പഞ്ചസാര, ഏലക്കാപ്പൊടി, കശുവണ്ടി നുറുക്കിയത്, ഉണക്കമുന്തിരി. ഇതിൽ ചേർത്തിരിക്കുന്ന സാധനങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ചക്ക എത്രയാണോ അതനുസരിച്ച് വേണം ബാക്കി എല്ലാ ചേരുവകളും എടുക്കാൻ. ചക്കയുടെ മധുരത്തിനനുസരിച്ച് വേണം പഞ്ചസാര ചേർക്കാൻ. ഞാൻ ഇതിൽ 3 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ തേങ്ങയാണ് ഏറ്റവും കൂടുതലായിട്ട് എടുക്കേണ്ടത്. അതിലും കുറച്ച് മാത്രം മതി അവല്. ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കശുവണ്ടിയും കിസ്മിസും ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് അവലിട്ട് കൊടുക്കാം. അവലൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി തേങ്ങ ചിരകിയത് ചേർക്കാം. ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര, ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടെ ചേർക്കാം. ഇപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇപ്പോൾ തയ്യാറാക്കിയ കൂട്ട്. ഇത് ചക്കച്ചുളയിൽ നിറച്ചാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത്. ഇനി ചക്കച്ചുള മുക്കി പൊരിക്കാനുള്ള മാവ് തയ്യാറാക്കാം. അതിനായിട്ട് മൈദാമാവാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 നുള്ളു ഉപ്പും സ്വല്പം മഞ്ഞൾപ്പൊടിയും ചേർത്തു. ഇനി വെള്ളം ഒഴിച്ച് ഇതൊന്ന് കലക്കിയെടുക്കാം. അരിപ്പൊടി ഉണ്ടെങ്കിൽ 2 സ്പൂണ് അരിപ്പൊടിയും കൂടെ ഈ മാവിൽ ചേർത്ത് കലക്കാം. മാവ് ഈ പരുവത്തിൽ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ചക്കച്ചുളയിലേക്ക് ഫില്ലിങ് നിറച്ചു കൊടുക്കാം. ഇപ്പോൾ ചക്കച്ചുള എല്ലാം നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നും മാവിൽ മുക്കി പൊരിച്ചെടുക്കാം.
ചക്കച്ചുള മാവിൽ മുക്കുമ്പോൾ കീറിയ ഭാഗം ഒന്ന് കൈകൊണ്ട് അമർത്തി പിടിച്ച് വേണം മാവിൽ മുക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ഫില്ലിങ് വെളിയിൽ പോകും. ഫില്ലിംഗ് ഒന്നും വെളിയിൽ പോകാത്ത രീതിയിൽ വേണം മുക്കിയെടുക്കാൻ. ചക്ക ഇതുപോലെ പൊരിച്ചെടുക്കുമ്പോൾ തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. ഒരു വശമായാൽ മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ രണ്ട് വശവും പാകമായി ഒരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഇതുപോലെ ആകുമ്പോൾ കോരി മാറ്റാം. ഇപ്പോൾ ചക്കപ്പഴം നിറച്ച് പൊരിച്ചത് റെഡിയായിട്ടുണ്ട്. ചക്ക കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണിത്. പിന്നെ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഒന്നിനും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. എത്രയാണോ ചക്കയുള്ളത് അതനുസരിച്ച് ബാക്കി സാധനങ്ങളൊക്കെ എടുക്കുക. തേങ്ങയെക്കാട്ടിലും കുറച്ച് മതി അവരെടുക്കുന്നത്. പരിക്കച്ചക്ക കിട്ടിയാൽ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും നന്ദി.